السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, നമ്മുടെ ഫിഖ്ഹ് ക്ലാസ്സിൻ്റെ 9ാമത്തെ ക്ലാസ്സാണിത്. ഇന്ന് നമ്മൾ നിസ്കാരത്തിൻ്റെ ഷർത്തുകളെയാണ് പ്രധാനമായും പറയുന്നത്. നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഷർത്തായിരുന്നു അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായ വുദൂഉം കുളിയും തയമ്മുമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇനി മൊത്തത്തിൽ മുസന്നിഫ് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എണ്ണുകയാണ്. മഹാനവറുകൾ പറയുകയാണ്, ഫസ്ലുൻ വശുറൂത്തു സ്വലാത്തി അശറത്തു. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 10 നിസ്കാരത്തിൻ്റെ 10 ഷർത്തുകളിൽ നിന്ന് അൽ ഔവലു, ഒന്നാമത്തേത് അൽ ഇസ്ലാം, മുസ്ലിമായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ നിസ്കാരം സഹീഹാവണമെങ്കിൽ പ്രാഥമികമായി അയാൾ മുസ്ലിം ആയിരിക്കണം. അതുപോലെ വസാനി, രണ്ടാമത്തെ നിബന്ധന അത്തംയീസു, തംയീസ്, വകതിരിവ് ഉണ്ടായിരിക്കുക. അപ്പോൾ ബുദ്ധിയും വകതിരിവും ഉണ്ടായിരിക്കുക എന്നുള്ളത് നിസ്കാരത്തിൻ്റെ രണ്ടാമത്തെ ഷർത്താണ്. അപ്പോൾ വകതിരിവെത്താത്ത ചെറിയ കുട്ടികൾ നിസ്കരിക്കുന്ന നിസ്കാരമൊന്നും അത് സഹീഹാവില്ല. ഒരു 7 വയസ്സെങ്കിലും, ഒരു 6-7 വയസ്സെങ്കിലും നമ്മുടെ കുട്ടികൾക്കായെങ്കിലേ നമ്മുടെ കുട്ടികൾ തമീസിൻ്റെ ആ ഒരു രീതിയിലേക്ക് വരികയുള്ളൂ. വുദൂഇനെ കുറിച്ച് പറഞ്ഞ പാഠത്തിൽ അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. മുസ്ലിമായിരിക്കലും മുമയ്യിസ്, വകതിരിവുള്ള വ്യക്തിയായിരിക്കലും ഏത് ഇബാദത്തും അല്ലാഹു തആല സ്വീകരിക്കാൻ ഷർത്താണെന്നതുപോലെ നിസ്കാരത്തിൻ്റെയും പ്രാഥമികമായ 2 നിബന്ധനകളാണത്. ഇനി വസ്സാലിസു, മൂന്നാമത്തെ ഷർത്ത് തഹാറത്തുൽ ഹദസ്, അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക. അശുദ്ധി, ചെറിയ അശുദ്ധിയുണ്ട്, വലിയ അശുദ്ധിയുണ്ട്. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാനുള്ള മാർഗമാണ് വുദൂഅ്. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാനുള്ള മാർഗമാണ് കുളി. ഈ കുളിയും അതുപോലെ തന്നെ വുദൂഉം വെള്ളം കൊണ്ട് സാധിക്കാത്ത അവസരങ്ങളിൽ അതിനു പകരമായി ചെയ്യുന്ന മണ്ണുകൊണ്ട് നിർവഹിക്കപ്പെടുന്ന ശുദ്ധീകരണ പ്രക്രിയയാണ് തയമ്മും എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ മുസ്ലിമായിരിക്കുക, തമീസ് ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക, ഈ 3 ഷർത്തുകൾ പറഞ്ഞ ശേഷം 4ാമത്തെ ഷർത്തായി നമ്മുടെ മുസന്നിഫ് പറയുന്നത് അർറാബിഉ വറാബിഉ, 4ാമത്തേത് തഹാറത്തു നജസിൻ ഫിസ്സൗബി വൽബദനി വൽമകാൻ. നജസിൽ നിന്ന് ശുദ്ധിയാവുക. എവിടെയൊക്കെയാണ് നജസില്ലാതിരിക്കേണ്ടത്? നജസിൽ നിന്ന് ശുദ്ധിയാവേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഫിസ്സൗബി, നിസ്കരിക്കുമ്പോൾ നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിൽ നജസ് ഇല്ലാതിരിക്കുക. അതുപോലെ തന്നെ വൽ ബദനി, നമ്മുടെ ശരീരത്തിൽ നജസ് ഇല്ലാതിരിക്കുക. വൽ മക്കാനി, നാം നിസ്കരിക്കുന്ന സ്ഥലത്ത് നജസ് ഇല്ലാതിരിക്കുക. അപ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലത്തോ നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിലോ നമ്മുടെ ശരീരത്തിലോ നജസ് ഇല്ലാതിരിക്കുക എന്നുള്ളത് നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ നിന്ന് 4ാമത്തെ ഷർത്താകുന്നു. പ്രധാനമായും 3 രൂപത്തിലാണ് നജസ്സുകളുള്ളത്. ഒന്ന് ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്നുള്ള നജസ്സുകൾ, മറ്റൊന്ന് ജീവനുള്ള വസ്തുക്കളിലെ നജസ്സുകൾ, മൂന്നാമത്തത് നമ്മൾ ജീവികളിൽ നിന്ന് പുറപ്പെടുന്ന മാലിന്യങ്ങൾ. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് നജസ്സുകളെ വേർതിരിക്കാൻ സാധിക്കും. മദ്യം പോലത്തെ ദ്രാവക രൂപത്തിലുള്ള ലഹരി വസ്തുക്കളൊക്കെയും നജസ്സാണ്. അത്തരം വസ്തുക്കൾ ശരീരത്തിലോ വസ്ത്രത്തിലോ സ്ഥലത്തോ നിസ്കരിക്കുന്ന സ്ഥലത്തോ ഉണ്ടായാൽ അത് കഴുകി വൃത്തിയാക്കേണ്ടതായി വരും. അതുപോലെ ജീവികളിൽ നിന്ന് നജസ്സുള്ള 2 വസ്തുക്കളാണുള്ളത്, നായയും പന്നിയും. നായയും പന്നിയും നജസ്സാണെന്ന് നമുക്കറിയാം. അവ ശുദ്ധീകരിക്കാൻ 7 പ്രാവശ്യം കഴുകേണ്ടി വരുമെന്നും 7 പ്രാവശ്യത്തിൽ 1 പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാവണമെന്നും അതിൽ തന്നെ ആദ്യത്തേത് തന്നെ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാവലാണ് ഏറ്റവും അഫ്ദൽ എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അതേസമയം നായ, പന്നി എന്നല്ല ഏത് നജസ്സും
നനവോട് കൂടെ നമ്മൾ തൊടുകയോ അല്ലെങ്കിൽ അവയുടെ ശരീരത്തിൽ നനവുണ്ടാവുകയോ ചെയ്ത് ആ നനവോടെ ചവിട്ടുകയും സ്പർശിക്കുമ്പോഴും അവയുമായി തൊട്ടുരുമ്മുമ്പോഴൊക്കെയാണ് നജസ് ആകുന്നത്. അതേസമയം പറ്റ ഡ്രൈ ആയ ഉണങ്ങിയ നനവില്ലാത്ത ശരീരം കൊണ്ടാണ് അവ എവിടെയെങ്കിലും കയറി വരുന്നത് എന്നുണ്ടെങ്കിൽ അതുകൊണ്ടൊന്നും എന്താവില്ല, നജസ്സാകില്ല. പക്ഷേ നായയുടെ മൂക്കിൻ്റെ ഭാഗത്തുള്ള ഈ ഭാഗം എപ്പോഴും നനവുള്ളതാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം സ്ഥലങ്ങൾ സ്പർശിക്കുന്നതായി കണ്ടാൽ അവിടെ ശുദ്ധീകരിക്കേണ്ടതായിട്ട് വരും. അതല്ലാതെ നനവില്ലാത്ത സ്ഥലത്ത് നനവില്ലാത്ത കാലുകൊണ്ട് കയറി ഇറങ്ങി എന്നതുകൊണ്ട് ആ ഭാഗം നജസാവില്ല. അത് നായയുടെയും പന്നിയുടെയും മാത്രം സ്വഭാവമല്ല. ഇപ്പോൾ ചാണകം, അത് ഉണങ്ങിയ ചാണകമാണെങ്കിൽ ജസ്റ്റ് അങ്ങോട്ട് തട്ടിയിട്ടാൽ അത് അങ്ങോട്ട് പോകും. അങ്ങനെ ഉണങ്ങിയ കാഷ്ടം, ഉണങ്ങിയ ഇതുപോലെയുള്ള മാലിന്യങ്ങളൊക്കെ അത് ശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ല. അത് അവിടുന്ന് ജസ്റ്റ് അങ്ങോട്ട് നീക്കം ചെയ്താൽ മതി. അത് വെള്ളമൊഴിച്ച് കഴുകാനൊന്നും ഉണ്ടാവില്ല. എന്നതുപോലെയാണ് നായയും പന്നിയും. നനവോടുകൂടെ നായയും പന്നിയും സ്പർശിക്കുമ്പോൾ അവ നമുക്ക് ശുദ്ധീകരിക്കേണ്ടതായിട്ട് വരും എന്നർത്ഥം. ശവം നജസാണ് എന്ന് പറയുമ്പോൾ തന്നെ ജീവികളിൽ നിന്ന് മീന്, വെട്ടുകിളി, മനുഷ്യൻ, ഈ 3 ജീവികളുടേത് ചത്താലും നജസാവാത്ത ശവങ്ങളാണ്. അതല്ലാത്ത ജീവികൾ, അറുക്കപ്പെടുന്ന ജീവികളിൽ നിന്ന് അറുത്ത് ജീവൻ പോയതാണെങ്കിൽ അവ നജസല്ല. അതല്ലാത്ത എല്ലാ ജീവികളും അവയുടെ ജീവൻ നഷ്ടപ്പെടലോടുകൂടെ അവ നജസാണ്. അതുപോലെ നജസായ മറ്റു കാര്യങ്ങളാണ്. ഒന്ന്, ഏത് ജീവിയുടെയും മൂത്രവും കാഷ്ടവും എന്താണ്, നജസാണ്. അതുപോലെ മദിയും വദിയും നജസാണ്. മദി എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ മദജലം എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ വൈകാരിക ചിന്തകൾ മുളപ്പൊട്ടുന്ന സന്ദർഭത്തിൽ നമ്മളുടെ മുൻദ്വാരത്തിലൂടെ വരുന്ന ഒരു തരം ദ്രാവകമാണ് മദി. അതുപോലെ തന്നെ വദി എന്ന് പറഞ്ഞാൽ ഭാരമുള്ള ചില വസ്തുക്കൾ ചുമക്കുകയോ അതല്ലെങ്കിൽ മൂത്രമൊഴിച്ച ഉടനെയൊക്കെ നമ്മളുടെ മുൻദ്വാരത്തിലൂടെ വരുന്ന ദ്രാവകമാണ് വദി എന്ന് പറയുന്നത്. ഈ മദിയും വദിയും അതൊക്കെയും നജസാണ്. വളരെ സിമ്പിളായിട്ട് പറയാം, നമ്മളുടെ മുൻദ്വാരത്തിലൂടെ വരുന്ന മനീയല്ലാത്ത എല്ലാം നജസാണ്. അതിൽ നിന്ന് സ്ത്രീകളുടെ മുൻദ്വാരത്തിൽ കാണപ്പെടുന്ന നനവുകൾ, സ്ത്രീകളുടെ മുൻദ്വാരത്തിലും അതുപോലെ തന്നെ ആ മുൻദ്വാരത്തിൻ്റെ ഉൾവശങ്ങളിലും കാണപ്പെടാറുള്ള നനവ് നജസല്ല. അത് അതിൻ്റെയും അപ്പുറത്ത് നിന്ന് വരുന്ന ദ്രാവകമാണെങ്കിൽ മാത്രമേ, സ്വാഭാവികമായും ആ ഒരു സ്ഥലത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നനവും നജസല്ല. അതിനും അപ്പുറത്ത് നിന്ന് വരുന്ന വയറിൻ്റെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ നിന്ന് ഒക്കെ വരുന്ന നനവുകളാണെങ്കിലേ, ദ്രാവകങ്ങളാണെങ്കിലേ നജസാവുകയുള്ളൂ. അപ്പോൾ മനിയും ഇതുപോലെ തന്നെ സ്ത്രീകളുടെ ഗുഹ്യസ്ഥാനത്ത് കാണപ്പെടുന്ന നനവുകളും അല്ലാത്ത ബാക്കിയുള്ള മുൻദ്വാരത്തിലൂടെയും പിൻദ്വാരത്തിലൂടെയും വരുന്ന എല്ലാ വസ്തുക്കളും നജസാണ് എന്ന് നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നജസായ മറ്റൊന്നാണ് രക്തം, ചലം ഒക്കെ നജസാണ്. അതുപോലെ കാര്യമായി ആമാശയത്തിൽ നിന്ന് ഛർദ്ദിക്കുന്ന വസ്തുക്കൾ അതൊക്കെയും എന്താണ്, നജസാണ്. ഛർദ്ദിച്ചത് നജസാണ് എന്നർത്ഥം. ഇനി ചില വസ്തുക്കളുണ്ട്, ചിലപ്പോൾ അത് നജസാകും, ചിലപ്പോൾ നജസാവില്ല. അങ്ങനത്തെ ചില സാധനങ്ങളുണ്ട്. മനീയ് മനുഷ്യൻ്റേതും അതുപോലെ തന്നെ ശുദ്ധിയുള്ള ഏത് ജീവികളുടെയും മനീയും ശുദ്ധിയുള്ളതാണ്. അതുപോലെ പാല് മനുഷ്യൻ്റെതും മനുഷ്യർക്ക് തിന്നാൻ പറ്റുന്ന ജീവികളുടെയും ഒക്കെ പാല് ശുദ്ധിയുള്ളതാണ്. നമുക്കത് കുടിക്കാനും ഉപയോഗിക്കാനും ഒക്കെ പറ്റും. അതേസമയം തിന്നാൻ പാടില്ലാത്ത പൂച്ച പോലത്തെ ജീവികളുടേതൊക്കെ ആണെങ്കിൽ അവ നജസായിരിക്കും എന്ന് മനസ്സിലാക്കാം. അതുപോലെ ഉറക്കത്തിൽ നിന്ന് അതിശക്തമായി ഉറങ്ങുന്ന സമയത്ത് നമ്മളുടെ ആമാശയങ്ങളിൽ നിന്ന് വരുന്ന കേല എന്ന് നമ്മൾ വിളിക്കുന്ന അത് നജസാണ്. അത് ശുദ്ധീകരിക്കേണ്ടതായി വരും. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരപ്പായകളിലും മറ്റും അതൊക്കെ ആയാൽ അത് കഴുകേണ്ടി വരും. ഇങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നജസാകുന്ന മറ്റൊന്നാണ് രോമവും തൂവലുകളും.
രോമവും തൂവലും നമുക്ക് തിന്നാൻ പറ്റുന്ന ശുദ്ധിയുള്ള ജീവിയുടേത് ജീവിതകാലത്ത് അവയിൽ നിന്ന് വേർപിരിഞ്ഞതാണെങ്കിലും, അതുപോലെ തന്നെ അവയെ നമ്മൾ തിന്നാൻ വേണ്ടി അറുത്ത ശേഷം അവയുടെ ശരീരത്തിൽ നിന്ന് വേർപ്പെട്ടതാണെങ്കിലും ശുദ്ധിയാണ്. അതേസമയം അവ ചത്തതിനു ശേഷം, സ്വമേധയാ ചത്തു, അങ്ങനെ ചത്തതിനു ശേഷം അവയുടെ ശരീരത്തിലുള്ള രോമവും മറ്റൊക്കെ എന്താവുകയും ചെയ്യും, നജസ് ആവുകയും ചെയ്യും എന്ന് മനസ്സിലാക്കുക. ഇത്രയൊക്കെ നജസ്സുകൾ ഉണ്ടെങ്കിലും ആ നജസ്സുകളിൽ നിന്ന് അഫുള്ള ചില നജസ്സുകളുണ്ട്. അഫുള്ള എന്ന് പറഞ്ഞാൽ അത് പൊറുക്കപ്പെടുന്ന നജസ്സുകളാണ്. നജസ്സായ ചെറിയ പൊടി, അല്ലെങ്കിൽ നജസ്സിൽ നിന്ന് വരുന്ന ചെറിയ പുക, ഇതൊക്കെ പൊറുക്കപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഈച്ചകൾ, കൊതുകുകൾ, ഇങ്ങനെയുള്ള ജീവികളൊക്കെ നജസ്സിൽ ഇരുന്നു കൊണ്ട് ചിലപ്പോൾ നമ്മളുടെ ശരീരത്തിൽ വന്നിരിക്കും. അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നജസ്സാണെങ്കിലും അത് പൊറുക്കപ്പെടുന്ന നജസ്സാണ്. അതുപോലെ നമ്മളുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ കഴിയാത്ത അത്രയും ചെറുതായ നജസ്സുകൾ ഒന്നും പ്രശ്നമുള്ള കാര്യമില്ല. ഇതൊന്നും എന്തല്ല, നിസ്കാരത്തിൽ മാത്രം ഇളവുള്ള ചില നജസ്സുകളുണ്ട്. പ്രധാനമായിട്ടും ഒലിക്കുന്ന രക്തമില്ലാത്ത, നമ്മൾ ചില ജീവികളുടെ അവയുടെ കയ്യും കാലൊക്കെ ഒടിച്ചാൽ രക്തമൊലിക്കൂല, അങ്ങനെയുള്ള ചെറിയ ചെറിയ ജീവികൾ, വണ്ടുകൾ, ഈച്ചകൾ പോലത്തെ ചെറിയ ചെറിയ ജീവികൾ, അവയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന രക്തം അത് അഫുള്ളതാണ്, പൊറുക്കപ്പെടുന്നതാണ്. അതുപോലെ നമ്മളുടെ സ്വന്തം ശരീരത്തിലെ രക്തവും അഫുള്ളതാണ്, പൊറുക്കപ്പെടുന്നതാണ് നിസ്കാരത്തിൽ. അതുപോലെ അന്യരുടെ, നമ്മളുടേതല്ലാത്ത മറ്റുള്ളവരുടെ രക്തവും അല്പമൊക്കെയാണെങ്കിലും അഫുള്ളതാണ്. ഇവിടെയൊക്കെ പ്രധാനമായിട്ടും നമ്മളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടല്ലാതെ, നമ്മളറിയാതെ, നമ്മളുടെ കരുതി കൂട്ടിയല്ലാതെ നമ്മളുടെ ശരീരത്തിൽ നിന്ന് വരുന്നതോ മറ്റുള്ളവരിൽ നിന്ന് തെറിക്കുന്നതോ ആയ രക്തങ്ങൾക്കേ അഫുള്ളൂ എന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അതല്ലാതെ നമ്മളെടുത്തുകാണ്ട് പുരട്ടുകയോ അല്ലെങ്കിൽ ആ നജസ്സിനി മറ്റു ചില നജസ്സുകളുമായി കൂടിക്കലരുകയോ, ഇപ്പം നജസ് മുറിവോടെയാണെങ്കിൽ ആ മുറിവിലല്ലേ നജസ് ഉണ്ടാവുക, അവിടെ നിന്ന് പിന്നെ കൂടുതൽ ഒലിച്ച് നജസ് സാധാരണഗതിയിൽ ആവാത്തിടത്തേക്കൊക്കെ അത് തെറിക്കുകയോ ഒക്കെ ചെയ്താൽ അത് പ്രശ്നമാണ്. അതല്ലാതെ നിലവിൽ മുറിവുകളിൽ നിലകൊള്ളുന്ന രക്തം, മുറിവുകളിലുള്ള രക്തം, അങ്ങനെയുള്ള രക്തങ്ങളൊന്നും നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ ഏതായിരുന്നാലും ഇത്തരം പൊറുക്കപ്പെടാത്ത നജസ്സുകളിൽ നിന്ന് ശുദ്ധിയാവലാണ് നിസ്കാരത്തിൽ നജസ്സിൽ നിന്ന് ശുദ്ധിയാവുക എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി 5ാമത്തെ ഷർത്ത് കൂടെ പറഞ്ഞ് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. ഇനി ഒരു 5 കൂടെ ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. 5ാമത്തത് എന്താണ്? വൽ ഖാമിസു, 5ാമത്തത് സത്റുൽ ഔറ, ഔറത്ത് മറക്കലാണ്. ഔറത്ത് മറക്കലാണ് 5ാമത്തെ ഷർത്ത്. ഔറത്ത് മറക്കുക എന്ന് പറഞ്ഞാൽ, നിസ്കാരത്തിലെ പുരുഷൻ്റെ ഔറത്ത് എന്ന് പറഞ്ഞാൽ മുട്ടുപൊക്കിളിനിടയിലുള്ള സ്ഥലമാണ്. നമ്മളുടെ 2 കാലിൻ്റെ മുട്ട് മുതൽ നമ്മളുടെ പൊക്കിൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളാണ് എന്ത്, നിസ്കാരത്തിൽ ആ പുരുഷൻ്റെ ഔറത്ത്. സ്ത്രീയുടെ ഔറത്ത് എന്ന് പറയുന്നത് അവളുടെ മുഖവും 2 മുൻകൈയും ഒഴികെയുള്ള സ്ഥലങ്ങളൊക്കെയും ഔറത്താണ്. അപ്പോൾ അത് മുഴുവനും മറക്കണം. പ്രധാനമായിട്ടും നമ്മളുടെ ഉമ്മമാർ, സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടത്, മുഖത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ സാധാരണ മുടി മുളക്കുന്ന സ്ഥലം മുതൽ താട വരെയാണ്. അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ മക്കനെ ഇങ്ങനെ ഇടും ഇങ്ങോട്ട്. അപ്പോൾ ഈ താട മുതൽ താടയുടെ താഴ്ഭാഗത്തുള്ള ഈ ഒരു ഭാഗം, കഴുത്തിൻ്റെയും താടയിലിൻ്റെ ഇടയിലുള്ള ഈ ഭാഗം പുറത്തോട്ട് കാണും. നിസ്കാരം ബാത്തിലായി പോകും. മുഖം എന്ന് പറയുന്നത് സാധാരണ മുടി മുളക്കുന്ന സ്ഥലം മുതൽ താടയല് വരെയാണ്. അപ്പം ഈ താടയല് ഉൾപ്പെടെ മുഖം അല്ലാത്തതൊക്കെ മറക്കണമെന്ന് പറയുമ്പോൾ, മുഖമല്ലാത്ത സ്ഥലങ്ങളൊക്കെ മറച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പ് വരണമെങ്കിൽ മുഖത്തിൽ നിന്നും അല്പം മറക്കേണ്ടി വരും. അതുകൂടെ മറക്കൽ നിർബന്ധമാണ്. നമ്മളുടെ ഈ നിസ്കാരത്തിൻ്റെ മക്കന, ആ മക്കനയുടെ ഉള്ളിൽ ആദ്യം ഒരു മക്കന ഇടും, പിന്നെ നിസ്കാര കുപ്പായത്തിൻ്റെ മക്കന ഇടും. അങ്ങനെയൊക്കെ ചില ഉമ്മമാർ ചെയ്യാറുണ്ട്. വളരെ നല്ല കാര്യമാണത്. നമ്മളുടെ ഈ മുഖം മറക്കുക എന്നുള്ളത്, മുടി പുറത്തോട്ട് കാണാൻ പാടില്ല എന്ന് മാത്രമല്ല, ഇവിടെ ഇങ്ങനെ തുറന്ന് കിടക്കുകയാണെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ എന്ത് ചെയ്യും, നമ്മളുടെ തലയുടെ ഉൾഭാഗം, നമ്മളുടെ ഈ മുടി നിൽക്കുന്ന ഭാഗമൊക്കെ കാണാൻ പറ്റും. അങ്ങനെ കാണാൻ പറ്റില്ല.
ഈ ഔറത്ത് മറക്കുക എന്ന് പറഞ്ഞാൽ താഴ്ഭാഗം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിലൂടെ അല്ലാതെ മറ്റുള്ള എല്ലാ ഭാഗങ്ങളിലൂടെ നോക്കിയാലും ഔറത്ത് കാണാത്ത വിധം ഔറത്ത് മറക്കണം. അത് നിർബന്ധമാണ്. അത് എങ്കിലേ നിസ്കാരം സഹിഹാവുകയുള്ളൂ. അപ്പോൾ പ്രത്യേകം നമ്മളുടെ ഉമ്മമാര്, സഹോദരിമാര് ഔറത്ത് മറക്കുന്ന വിഷയത്തിൽ, അതുപോലെ ആണുങ്ങളാണെങ്കിൽ തുണി ഉടുക്കുന്ന സന്ദർഭത്തിൽ പൊക്കിളിൽ തുണി എടുത്തിട്ട് ചിലർ ഈ തോളിൽ മുണ്ടിട്ട് നിസ്കരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ ഈ പുറത്തുള്ള ഈ ചാലുണ്ടല്ലോ, പുറത്തുള്ള ഈ ചാലിലൂടെ നോക്കിയാൽ ആ ഒരു ഭാഗവും കഴിഞ്ഞ് മുട്ടുപൊക്കലിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന ഈ ബാക്ക് ഭാഗത്തുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലാകും. അപ്പം അത്തരം ദ്വാരങ്ങൾ അടക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഒരു കന്തൂറയോ അങ്ങനെയുള്ള നീളക്കുപ്പായൊക്കെ ഇടുന്ന ഒരാൾ തുണി ഉടുക്കാതെ അതിട്ട് നിസ്കരിച്ചാൽ സ്വാഭാവികമായിട്ടും റുക്കോയിലേക്കും സുജൂദിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഈ ഉൾഭാഗത്തിലൂടെയും പുറം ഭാഗത്തിലൂടെയൊക്കെ ഔറത്ത് വെളിവാകാനുള്ള സാധ്യതയുണ്ട്. ആരെങ്കിലും കാണണം എന്നുള്ളതല്ല വിഷയം. ആര് കാണുന്നില്ലെങ്കിലും ഒരാളും കാണാത്ത സ്ഥലത്ത് വെച്ചാണെങ്കിലും നിസ്കരിക്കുമ്പോൾ ഔറത്ത് മറക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു നിബന്ധനയാണ്. അപ്പം അതുകൊണ്ട് പുരുഷന്മാരാകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും സ്ത്രീകൾ ഇതുപോലെ ഈ രണ്ട് മുൻകൈ എന്ന് പറയുമ്പോൾ ഈ രണ്ട് മുൻകൈയിൻ്റെ പരിധി എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ഒരു മണിബന്ധാണ്. മുൻകൈയിൻ്റെ ഈ ഒരു ഭാഗത്ത് വെച്ചുകൊണ്ട് സ്ത്രീകൾ അവരുടെ രണ്ട് കൈകളിൽ ലോക്കാക്കണം. ഒന്നുകിൽ തീരെ രണ്ട് കൈയും കാണാത്ത കോലത്തിൽ എന്ത് ചെയ്യണം, നിസ്കാര കുപ്പായത്തിൻ്റെ കൈ നീളുണ്ടാകണം. അതല്ലെങ്കിൽ ഇപ്പോൾ പുതിയ രീതിയിൽ കാണാറുള്ളത് പോലെ നിസ്കാര കുപ്പായത്തിന് അലാസ്റ്റിക് വെച്ചിട്ട് ആ അലാസ്റ്റിക് കൊണ്ട് ഈ മുൻകൈയിൻ്റെ പരമാവധി ഈ മുൻകൈയിൻ്റെ ഈ ഭാഗം മുഴുവനായിട്ട് മറഞ്ഞുവെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഈ ഔറത്ത് മറക്കുന്ന വിഷയം ഇത്രയുമാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ മുസന്നിഫ് നിസ്കാരത്തിൻ്റെ ഷർത്തുകളായി പറഞ്ഞ 10 കാര്യങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട 5 എണ്ണമാണ് നമ്മൾ പറഞ്ഞത്. മുസ്ലിമായിരിക്കുക, തമീസ് ഉള്ളവനായിരിക്കുക, അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക, നമ്മുടെ ശരീരവും വസ്ത്രവും നിസ്കരിക്കുന്ന സ്ഥലവും നജസിൽ നിന്ന് ശുദ്ധിയാവുക, ഔറത്ത് മറക്കുക. പുരുഷൻ്റെ ഔറത്തും സ്ത്രീയുടെ ഔറത്തും നമ്മൾ ഏതാണെന്ന് പറഞ്ഞു. ഇനി സ്ത്രീയാണോ പുരുഷനാണോ എന്ന് തിരിച്ചറിയാത്ത ഈ ഹിജടകളായ ആളുകളുണ്ടെങ്കിൽ അവരുടെ ഔറത്ത് എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഔറത്ത് തന്നെയാണ്. സ്ത്രീകളെ ഔറത്ത് മറക്കും പോലെയാണ് അവർ ഔറത്ത് മറക്കേണ്ടത് എന്നുകൂടെ നമുക്കിതിനോട് കൂട്ടി വായിക്കാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ. നാഫിയായ ഇൽമ് അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. ഒരുപാട് കാലം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായ ആഫിയത്തോടെയുള്ള ദീർഘായുസ് അള്ളാഹു നമുക്ക് തരട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. സാധാരണ നമ്മൾ ഓതാറുള്ളത് പോലെ മഹാന്മാരുടെ പേരിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ, നമ്മുടെ കിതാബിൻ്റെ മുസന്നിഫിൻ്റെ പേരിൽ, മറ്റു മഹത്തുക്കളായ നമ്മളുടെ അസാധ്യത്തിൻ്റെ ഒക്കെ പേരിൽ നമ്മളൊരു ഫാത്തിഹ ഓതുന്നു. ഇലാ ഹദറാത്തിഹിം അൽ ഫാത്തിഹ.